നമുക്ക് മുട്ട കൊണ്ടുള്ള 2 വിഭവം ഉണ്ടാക്കാം. ആദ്യം മുട്ടത്തോരന് ഞാൻ ഒരു അര സവാള, ഒരു കുഞ്ഞ് തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തു. 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പാൻ വയ്ക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. കുറച്ച് കടുകിടുക. അതിനുശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ പച്ചമുളകും ഇടുക, കറിവേപ്പില ഇടുക. ഇത് 3 ഇട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട. ചെറിയൊരു കളർ ചേഞ്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. തക്കാളി ഇടാത്തവരും ഉണ്ട്, ഇടുന്നവരും ഉണ്ട്. ഞാനും ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 അല്ലെങ്കിൽ അര മാക്സിമം അത്രയും മുളക് പൊടിയേ ഇടാവുള്ളൂ, അതും ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. പിന്നെ മീറ്റ് മസാലയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇടാം. അതിനുശേഷം ഒരു പിടി തേങ്ങയും ഇട്ട് ഈ മസാലയും തേങ്ങയും എല്ലാം കൂടെ യോജിച്ചൊരിതാവുമ്പോൾ നമുക്ക് ഈ മുട്ട അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ച് നമുക്ക് 1 സെക്കൻഡ് ഒന്നും ചെയ്യരുത്, അതവിടെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് പതുക്കെ ഇളക്കാം. പിന്നെ നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ എൻ്റെ കയ്യിലെ ഫോണൊന്ന് ഞാൻ താഴെ വെച്ച് ഒന്ന് മൊത്തത്തിൽ ഇളക്കി മിക്സ് ആക്കി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആക്കി എടുക്കുക. മുട്ടത്തോരൻ അല്ലെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡി. അടുത്തത് നമുക്ക് മുട്ടക്കറിക്ക് ഞാൻ മുട്ട പുഴുങ്ങി. നമുക്ക് എന്താവശ്യത്തിന് മുട്ട പുഴുങ്ങി എടുക്കണമെങ്കിൽ പ്രഷർ കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 പ്രഷർ വെച്ചാൽ മതി. മുട്ട നന്നായി വെന്ത് കിട്ടും. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വേവിക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1.5 സവാള, 1 തക്കാളി, 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും ഓരോ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റി ഇച്ചിരി ഡാർക്കിഷ് കളർ ആവണം. അതിലേക്ക് ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ അല്ല 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും. ഇപ്പം ഇടുന്നത് ഞാൻ വെജിറ്റബിൾ മസാലയാണ്. അത് ഒരു 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇതെല്ലാം ശരിക്കും നമ്മുടെ ഫ്ലേവറിനും ടേസ്റ്റിനും അനുസരിച്ചാണ് ഇടേണ്ടത്. അതൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് മസാലയും വെള്ളവും എല്ലാം ഒന്ന് തിളച്ച് വരാൻ അടച്ചു വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം. ഈ 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓരോ സൈഡിലും ഒരു മുട്ടയിൽ 3 സൈഡ് വീതം ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ മുട്ടയ്ക്കകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് വരഞ്ഞതിലൂടെ എല്ലാ ടേസ്റ്റും അകത്ത് കയറും. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പം മുട്ടക്കറി എന്ന് പറയുന്നത് ശരിക്കും ചപ്പാത്തിക്കാണെങ്കിൽ നമുക്ക് ഈ പരുവത്തിൽ തന്നെ ഉപയോഗിക്കാം. ഇതിന് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്കിവിടെ ഇന്ന് അപ്പം ആയതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കരുത്. ടേസ്റ്റൊക്കെ നോക്കി ഉപ്പും മസാല എരിവൊക്കെ കറക്റ്റാണെങ്കിൽ നമുക്ക് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഉപയോഗിക്കേണ്ട. ഓക്കെ.